ഞാനേ ഇപ്പഴമ്മക്ക് ചക്കയും മാങ്ങയൊന്നും ഇല്ലല്ല, വേനലല്ലേ. എന്തൊരു ചൂടാ ഇത്. ആ ചക്കയും മാങ്ങ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഏറെ പിള്ളേരാണ്ട് ചക്കയും മാങ്ങയൊക്കെ തിന്നുന്നത്. അവർക്ക് മറ്റേ കടയിൽ കറങ്ങി തിന്നണ കോഴിയും അതൊക്കെ അല്ലേ പോകുള്ളൂ. നമ്മളെ കാലത്തല്ലേ ചക്കയും മാങ്ങയൊക്കെ. ഞാൻ എന്റെ മുമ്പിന് നല്ലോണം കാറ്റ് നിൽക്കണല്ലോ, ഇഷ്ടംപോലെ കാറ്റ് നിൽക്കുകയല്ലേ. ചക്കയും മാങ്ങ ഇല്ലെങ്കിൽ എന്താ, മുന്തിരി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മുന്തിരിയൊക്കെ മുന്തിരി കൊറേ ഇത്തവണ കായ്ച്ചുണ്ട്, പൂവൊക്കെ നിപ്പുണ്ട്. രാവിലെ പിന്നെ വീട്ടിലിരുന്നപ്പോ ഒരു മുഷിച്ചില്, അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ചങ്ങ് നടക്കാം. അങ്ങനെ വന്നേ. ഇന്നലാണ് അപ്പുറത്ത് നമ്മളെ ഖദീജയുടെ വീട്ടിലായിരുന്നു ഇന്നലെ പോയത്. ഇനി ഞാൻ വിചാരിച്ചു നിന്നെ കണ്ടിട്ട് കുറെ ആയില്ലേ സൈനമ്മ, നിന്നെ കണ്ടിട്ട്. നീ വെളിയിലൊന്നും കാണത്തില്ലല്ലോ, എന്തൊരു പറ്റി? ഓ പനിയായിരുന്നു. അങ്ങനെ. ഓ ഇപ്പൊ പനിയും ചുമയൊക്കെ തന്നെ, കാലാവസ്ഥയൊന്നും കൊള്ളൂലെന്നേ, പണ്ടത്തെ പോലെയാണ് എപ്പോഴും. പിന്നെ മരുമോൾ എന്തൊരു പറയുന്നു? ഓ എനിക്കാണെങ്കിൽ ആ കൊച്ചി കിടന്ന് കഷ്ടപ്പെടാന് വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. 10-18 വയസ്സാകുമ്പോൾ വിളിച്ചോണ്ട് വന്നതല്ലേ. ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ പോവാൻ പറഞ്ഞിട്ട് ആ കൊച്ചാണെങ്കിൽ കേൾക്കണമില്ല. അയ്യോ പാവം കൊച്ചി. എന്തിനു പഠിക്കാൻ പോണ? ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ആ കൊച്ചിപ്പോ വീട്ടിലുള്ളതുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ഒന്നും ഇല്ല. നമ്മളെ വീട്ടിലെ അവസ്ഥ നീ ഒന്ന് നോക്കിയാണ്. നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും പണിക്ക് പോയിട്ട് വേണോ കുടുംബം നോക്കാൻ? നീ തന്നെ പറ, വേണോ? വേണം. എന്റെ ചെറുക്ക് അന്തസ്സായിട്ട് ഗൾഫിൽ നല്ല പണിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിനാണാ എന്തോ രാവിലെ കെട്ടി ഒരുങ്ങി ഒരു പോക്കുണ്ട്. രാവിലത്തെ ധൃതിയൊക്കെ കാണണേ. ഓ എന്തരാ മലമറിക്കണ പണി അവിടെ ചെയ്ത് തീർത്തിട്ട് പോകുമ്പോലെയാണ് കാട്ടി കൂട്ടണത്. പിന്നെ ഞാൻ എന്തൊരു പറയേ, നമ്മൾ പറഞ്ഞല്ല പിടിക്കോ? അതാണ് ഞാൻ എന്നാ പറയുന്നത്. എവിടെ ജോലിക്കെന്നും പറഞ്ഞ് പോണ എന്തിനാണ്? 10 ആണുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അല്ലാതെ ജോലിക്ക്. ഞാൻ പറഞ്ഞാണ് അവൻ്റെ അടുത്ത് വിടണ്ടെന്ന്. എവക്ക് ഒരേ അഹങ്കാരം. പെമ്പിള്ളക്ക് ജോലിയും കൂടി ആയാലും അഹങ്കാരം മൂത്ത തലേ കയറും. അതാണിപ്പോ എന്റെ വീട്ടിൽ നടക്കുന്നത്. നീ ആ കൊച്ചിനെ പഠിപ്പിക്കാനും വരുന്ന, ആ കൊച്ചു എന്ത് നല്ല തങ്കപ്പെട്ട കൊച്ചു. നീ നോക്കിയാണ് ഞാൻ വരുമ്പോഴൊക്കെ അതെന്തെങ്കിലും പണിയൊക്കെ ചെയ്തോണ്ടിരിക്കും. നല്ല മണം വരണല്ലേ. അവളെന്തോ സാമ്പാറോ എന്തൊക്കെയോ വെക്കണം എന്ന് പറയുന്നത്. ആ ചമ്മന്തിയും ദോശയൊക്കെ ആയി എന്ന് അവള് പറയുന്നത്. സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ നല്ല രുചിയാണ്. അങ്ങനെ സാമ്പാറും കൂടി വെക്കുന്നത്. ഓ സാമ്പാറിന്റെ എന്തൊരു മണം. ഓ എനിക്കാണെങ്കിൽ അങ്ങ് പൊടിയായിട്ട് വയ്ക്കും. നല്ല മണമല്ലേ. ഇനി കുറച്ച് സാമ്പാർ കോരിത്തരട്ടാ? എനിക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ വരുമ്പോളടുത്ത് പറഞ്ഞോളാം. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. പിന്നെ അങ്ങനെ ആവട്ടെ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മണി 9 തോന്നണല്ലേ? സമയം 9. തമ്പുരാട്ടി ഇപ്പൊ അങ്ങ് എഴുന്നള്ളി പോവും. ഞാൻ അതിനു മുമ്പ് ചെല്ലട്ട്. പോട്ട് എന്നാ അങ്ങോട്ട് ചെന്നാട്ടെ. രാവിലെ മരുമോളെ കുറ്റം പറയാനായിട്ട് എഴുന്നള്ളിയിട്ടുണ്ട്. തള്ളയ്ക്ക് വേറെ ഒരു പണിയും. എത്ര രാവിലെ എണീച്ചാലും ലേറ്റ് ആവും. ഓഫീസിൽ ചെന്ന് അങ്ങനെ പോയിരിക്കണം. ഫുള്ളും കേൾക്കണം. തള്ള രാവിലെ ഊരെണ്ണ പോയിട്ടുണ്ട്. എപ്പോഴാണോ അത് കയറി വരുന്നത്? ഇന്ന് ഏത് മരുമോളെ കറിയാണോ അത് പിറ്റേ പ്രാവശ്യം വീട്ടിൽ വരുന്നത്? ഇതുള്ള പരിപാടിയാണ്. ഓ എന്തൊരു ചൂട്. കുറച്ച് നടന്നിട്ട് വന്നപ്പോ സഹിക്കാൻ വയ്യാത്ത ചൂട്. ഇനി ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കാം. ഇവിടെയാണോ എന്തോ ചായ നോക്കട്ടെ. ചായ ഒക്കെ വെച്ച് ചൂടൊക്കെ കുറവാണ്. ഇപ്പൊ ശരിക്കും തരാടി. ഇപ്പൊ ശരിക്കും വരണുമ്മാ. ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നീ
നിന്റെ അടുത്ത് ഇവിടെ ആരും ജോലിക്ക് പോയി ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ല. വീട്ടിൽ ഇത്തിരി നല്ല വൃത്തിക്ക് നല്ല വെടിപ്പിന് നല്ല ഉണ്ടാക്കി വെക്കണം. എന്തൊരു ചായ ഇത്? എനിക്ക് ഷുഗർ ഉള്ള കാര്യം നിനക്ക് അറിയാന്നല്ലേ? ഇത് ഇത്ര മാത്രം ഇതിന്റെ പാല് വിളിച്ച് ഇട്ടാൽ എന്നെ കൊല്ലാനാകട്ടെന്ന് ഒന്നിട്ട് വേണമല്ലോ നിനക്ക് ഇവിടെ കിടന്ന് കുന്തളിക്കാൻ. അമ്മ ചായ. അതെ അവിടെ നില്ലേ. പിന്നെ അപ്പുറത്ത് നമ്മളെ അയിനമാര് വീട്ടിലെ മരുമോള സാമ്പാർ ആ മണ അടിച്ചപ്പോ എനിക്ക് അങ്ങ് കൊതി ഭയങ്കരമായിട്ട് അങ്ങ് കൊതിയത്. എനിക്കിന്ന് ചോദിച്ചിട്ടുണ്ട് സാമ്പാർ. മുമ്പ് എല്ലാ ദിവസവും താമസിച്ചാണ് ചെല്ലണം. മാനേജറിന്റെ കയ്യിൽ നിന്ന് എന്നും എനിക്ക് വഴക്ക് കിട്ടും. അതെന്താ പറഞ്ഞ ഇവിടെ പറ്റൂല. എനിക്ക് മീൻകറി അറിയില്ലെന്ന് പറഞ്ഞൊന്നും എനിക്ക് വേണ്ട. എനിക്ക് സാമ്പാർ ഇന്ന് വേണം. സാമ്പാർ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ചോറ് ഇല്ലാൻ പറ്റൂല. നീ സാമ്പാർ വെച്ചിട്ട് ഈ വീട്ടിൽ നടക്കണമെങ്കിൽ ഇറങ്ങിയാൽ മതി. അമ്മ വിളിക്കട്ടു. ശരി, ഞാൻ വെച്ചിട്ടേ പോണോളൂ. സോറി സാർ. ഇന്നത്തെ എക്സ്ക്യൂസ് എന്താ? ഇന്ന് ബസ് മിസ്സായി സാർ. കുഞ്ഞിന് സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി സാർ. സോറി, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. ഒന്ന് ഒപ്പിട്ടോട്ടെ. ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഇത് ആവർത്തിക്കരുത്. ഒപ്പിട്ടിട്ട് പോവാൻ നോക്ക്. ശരി ശരി. ഇന്നും വൈകിയല്ലേ? അങ്ങനെ വായിരിക്കണം കേട്ടോ. ഇന്നും വാണിംഗാണ്. പിന്നെ ഇത് ആവർത്തിക്കണമെങ്കിൽ ഫോണിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. തള്ളയാണെങ്കിൽ ഒരു വ്യക്തി കേൾക്കൂല. ഞാൻ ഒരുങ്ങി കറക്റ്റ് 8 നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും അവർക്ക് സാമ്പാർ തിന്നണം. ഇന്ന് അപ്പുറത്തെ സൈനാകാര മരുമോളെ കുറിച്ചായിരുന്നു പോയത്. പിന്നെ ഞാൻ സാമ്പാർ വെച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും 9 കാലമായി. പിന്നെ എപ്പോഴാണ് ഞാൻ സമയത്ത് ഓഫീസിൽ എന്റെ ഒരു ഗതി. ശരി, എനിക്ക് നാളെ കാണാം. ഓക്കെ ഡേ, ഞാൻ പോണം. മണി 5 പെണ്ണിനെ കണ്ടില്ലല്ല. രാമനെങ്കിലും കൂടെ അഴിഞ്ഞടം പോയിരിക്കും. വൈകുന്നേരത്തെ ചായയും കിട്ടിയില്ലല്ലോ. പെണ്ണ് വന്നിട്ടാണെങ്കിൽ ചായ ഇടിക്കുന്നത്. നല്ലതല്ലോ മോന്തക്കെന്തല്ലേ കടുപ്പം പെണ്ണിന്റെ. ചായ കിട്ടിയില്ല. അതൊന്നും മിണ്ടാതെ ഒരു കേറി പോകുന്നു. പന്തികേടുണ്ടല്ലോ. പാപ്പുന്റെ അടുത്ത് ചെന്ന് പറ, എനിക്ക് നല്ല തലവേദന, ഇന്ന് ചായ ഇട്ട് കുടിച്ചോളം പറ. ശരി. പത്രത്തിൽ വരെ പരസ്യത്തിന് വേണ്ടി മാത്രം ഒരു പേപ്പർ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പരസ്യം. ചായ വന്നില്ലല്ല. ചായ ഇട്ടായിക്കോട്ടെ. എനിക്ക് തലവേദന അങ്ങോട്ടേക്കട്ടെ. അതെന്താ നടക്കാവില്ല. നിന്റെ തള്ളെടുത്ത് പറഞ്ഞ പെമ്പിള്ളേരായിട്ട് തലവേദനയും പനിയൊക്കെ വരും. അതിനൊക്കെയാണ് കിടക്കയല്ലേ ചെയ്യേണ്ടത്. ആ തല നമുക്ക് അങ്ങോട്ട് കുളിക്കാൻ പറ. കുളിച്ചിട്ട് ചിക്കാപ്പിട്ട് കുളിച്ചിട്ട് ഇവിടെ ചായ ഇട്ട് വരാൻ പറ. വേറെ കിടക്കണം അവിടെ. എനിക്കൊരു കഷ്ടപ്പാട്. മനുഷ്യനെ സ്വസ്ഥായിട്ടൊന്ന് കിടക്കാൻ സമ്മതിക്കൂലേ? നല്ല തലവേദന, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് കിടന്നത്. ഇത്ര ഒന്ന് ചായ ഇട്ട് കുടിച്ചൂടെ നിങ്ങൾക്ക്? നിന്നെ ഇവിടെ ആരെങ്കിലും രാവിലെ നിർബന്ധിച്ചിട്ടാണോ നിന്നെ ഇവിടുത്തെ പണിക്ക് പറഞ്ഞു വിടുന്നത്? അല്ലല്ല, നിന്റെ അടുത്ത് മാന്യ മര്യാദയ്ക്ക് ഇവിടെ വീട്ടുപണിയെ നോക്കി കൊച്ചിനെ നോക്കി ഇരിക്കാൻ തന്നെ അവൻ പറഞ്ഞു.
പറഞ്ഞിട്ട് പോയത്? നിന്റെ നിർബന്ധത്തിന് കഴിഞ്ഞല്ലേ നീ ഇവിടുന്ന് രാവിലെ ഉദ്യോഗം നോക്കി ബാഗ് നോക്കി ഇവിടുന്ന് കസരത്ത് എടുത്താൻ പോണത്. പിന്നെ ഇവിടെ ആരെടുത്ത് നീ പരാതി പറയണത്? നിങ്ങളെ മോള് +2 കഴിഞ്ഞിട്ട് ആടിപ്പാടി എവിടെയെങ്കിലൊക്കെ മരഞ്ചിട്ട് പ്രേമമായിട്ട് നടന്ന കാലത്തെ പഠിക്കണമായിരുന്നു. അതിന്റെ അസൂയ മൊത്തം എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ്. ഞാൻ എങ്ങനെ ഈ ജോലി ഉപേക്ഷിക്കും? എനിക്ക് പറ്റൂല. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി എനിക്ക് കിട്ടിയത്. ഇനി എത്രയൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും എനിക്കത് കളയാൻ പറ്റൂല. നിങ്ങൾക്ക് ചായ അല്ലേ വേണ്ടത്? ഞാൻ ഇട്ടോണ്ട് വരാം. കണ്ട കണ്ട അവിടെ തലവൊക്കണ കണ്ട പോണ്ടിട്ടാ. ആ ആ മോനാ മോളെ? ആ അതെ അമ്മ. ഇനി അടുത്താണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ. ആ മോനാ മോനാ. ആ മോനെ സുഖം തന്നെ. ആ ആ ആ പിന്നെ അവർക്ക് ഫോണുണ്ടായാലും ഒക്കെ അതിൽ വിളിക്കുകയും ചെയ്യും. എന്നാൽ ആ ഫോൺ പറ്റില്ല. എന്നെ എപ്പോഴും വിളിക്കുക അത് നോക്കിയിരിക്കും. ഫോൺ തോറ്റി. ഹലോ. ആ അതെ. ആക്സിഡന്റോ? ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ? അവിടെ ആരാ ഉള്ളത് ഇപ്പോ? ഓപ്പറേഷനോ? ഇത് പഠിച്ചത്. ശരി, ഞാൻ ഒന്ന് ഉമ്മടുത്തൊന്ന് പറയട്ടെ. ആ ശരി. കരഞ്ഞു വിളിച്ചൊക്കെ വരുന്നത് എന്താ പറ്റി? പോവ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഫോൺ വന്നത്. ഇക്കാക്കൊരു ചെറിയ ആക്സിഡന്റ് ആണെന്ന് പറയുന്നു. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് അറിഞ്ഞൂടമ്മ. ഫോൺ വന്നോ? എന്റെ പതിരീങ്ങളെ, നാട്ടില് കൊണ്ടുവരണമെന്ന് പറയണേട്ട്. എന്തോ ഓപ്പറേഷൻ വേണം, അവിടെ ചെയ്യാൻ പറ്റൂലെന്ന് പറയണ. ഒരു 10-15 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഓപ്പറേഷൻ എന്തോ വേണമെന്ന്. ഞാനൊന്ന് ഓഫീസിൽ എന്റെ കൂട്ടുകാരിയൊക്കെ ഒന്ന് വിളിക്കട്ടെ. ശരി അമ്മ. ഞാനെന്താ ഇറങ്ങണേ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കിയിട്ടൊന്ന് നോക്കിക്കോണേ. ഇടയ്ക്ക് മരുന്നൊക്കെ കറക്റ്റ് എടുത്ത് കൊടുക്കണേ. ഞാൻ ടേബിളിന്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ട്. അവന്റെ കാര്യമൊക്കെ നീ ഒതുക്കിയല്ല. നീ ചോറ് കൊണ്ടു. ഞാൻ പോയിട്ട് വരാം. നിങ്ങളുടെ നാട്ടിലായിട്ട് ഞാൻ അവളെ വീട്ടിൽ പിടിച്ച് നിർത്തിയത് എങ്ങനെ ജീവിക്കും? ശരിയാണ്. നിന്റെ ജോലിയില് അത്രയ്ക്കും നല്ല ജോലിയല്ലായിരുന്നു നിനക്ക്. ഞാൻ അറിഞ്ഞ ഇത്രയും പെട്ടെന്ന് നീ കിടപ്പായി പോകും. പഠിത്തം എനിക്ക് ശിക്ഷ തന്നതാണ്. ശരിയാണ്, ഒന്നും ശാശ്വതമല്ല. ഏത് നിമിഷവും നഷ്ടമാവും. പാവം. അതിപ്പം ജോലിക്ക് പോയോണ്ട് നീ വീട്ടിൽ എന്റെ മരുന്നും നിന്റെ ചികിത്സക്കുള്ള മരുന്നും കൊച്ചിന്റെ ഫീസും ഒക്കെ പോണം. ഒരു തൊഴില്, ആ തൊഴിലിന്റെ മഹത്വം അത് വളരെ വലുതാണ് മോനെ. അത് ആണിനോ പെണ്ണിനോ ആർക്കായാലും.